എപ്പോഴും വിഷമിച്ചിരിക്കുക, പെട്ടെന്ന് കരയുക, ആളുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടായി, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ തുടങ്ങിയൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് അവരെപ്പോഴും സാഡായിരിക്കും. ഇത് കാരണം അവർ സാധാരണയായിട്ട് എൻജോയ് ചെയ്യാറുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അതേപോലെ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയേഴ്സ് കാണിക്കുക തുടങ്ങിയവയൊക്കെയാണ്. ഹലോ, ഞാൻ വിസ്മയ, കോൺവോ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ടല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുമ്പോൾ, ഹോസ്റ്റലിലേക്ക് താമസം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് അത് ശരിയാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും പിന്നീട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ഇത് അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മളിതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നൊരു കേസ് പറയുകയാണെങ്കിൽ, വിദേശത്ത് പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. ആൾക്ക് റീസെൻ്റ്ലി ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഇത്രനാളും തൻ്റെ ലോകം ആ വ്യക്തിയാണെന്ന് കരുതിയിരുന്ന ആൾ പെട്ടെന്ന് പോയ സമയത്ത് ആൾക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അത് ആളുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും ചെയ്തു. ഇത് കാരണം ആൾ എപ്പോഴും വിഷമിച്ചിരിക്കുക, പെട്ടെന്ന് കരയുക, ആളുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടായി, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ തുടങ്ങിയൊക്കെ വരാൻ തുടങ്ങി. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഈ മാറ്റം വന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ തുടങ്ങുകയും അത് 6 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മളിതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് അവരെപ്പോഴും സാഡായിരിക്കും. ഇത് കാരണം അവർ സാധാരണയായിട്ട് എൻജോയ് ചെയ്യാറുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. കൂടാതെ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുക, പെട്ടെന്ന് ടെൻസ്ഡ് ആവുക, അതേപോലെ തന്നെ വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, കൂടാതെ സോഷ്യൽ സിറ്റുവേഷൻസൊന്നും, സോഷ്യൽ സപ്പോർട്ടിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞ് നിൽക്കുക, സാധാരണയായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരിക, അതേപോലെ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയേഴ്സ് കാണിക്കുക തുടങ്ങിയവയൊക്കെയാണ്. ഈ സിംറ്റംസിൻ്റെ ബേസിൽ പ്രധാനമായിട്ടും 6 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്സ് ആണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഒന്നാണ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ വളർന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്ന ആളാണെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് സ്ട്രെസ്ഫുൾ ഈവൻറ്റ്സ് ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് കല്യാണം കഴിയുക, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക, പുതിയതായിട്ടൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ റിട്ടയർഡ് ആവുക, പുതിയതായിട്ട് ഒരു സ്ഥലത്തേക്ക് താമസം മാറുകയോ അല്ലെങ്കിൽ സ്കൂൾ മാറുകയോ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡിപ്രഷനിലേക്കോ, ആങ്സൈറ്റി ഡിസോർഡറിലേക്കോ, സബ്സ്റ്റൻസ് അബ്യൂസിലേക്കോ, ഈവൻ സൂയിസൈഡിലേക്ക് വരെ കൊണ്ടെത്തിക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.